നമ്മളെന്താണ് അന്വേഷണ ഏജൻസി എന്തുകൊണ്ടാണ് പോകാത്തത്? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? അവർ തടഞ്ഞോ ആരെങ്കിലും? വിഷയത്തിൽ നിന്ന്, യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കണ്ട. സോണിയാഗാന്ധി ഇവിടെ ഭരണാധികാരിയല്ല. ആരാണ് ഈ ശബരിമല കൊള്ളയ്ക്ക് കളമൊരുക്കിയത്, നേതൃത്വം നൽകിയത്, പങ്കാളിത്തം വഹിച്ചത്? വളരെ സുവ്യക്തമല്ലേ? ആരാണ് ദേവസ്വം മന്ത്രി? ആരാ ദേവസ്വം ബോർഡ് ചെയർമാൻ? ആരാ ദേവസ്വത്തിൻ്റെ രേഖ തിരുത്തിയത്? ആരാ മിനിറ്റ്സ് എഴുതിയത്? ആരുടെ കൈയക്ഷരത്തിലാണ് എഴുതിയിട്ടുള്ളത്? സോണിയാഗാന്ധി എവിടെയാണ്? അധികാരത്തിൻ്റെ ഏതെങ്കിലും വേദിയിൽ സോണിയാഗാന്ധി ഇല്ല. പിന്നെ ആളുകൾക്ക് കാണാം, ശബരിമല പോലുള്ള ഒരു പുണ്യക്ഷേത്രത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഒരു രാഷ്ട്രീയ നേതാവിനെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും. അതാണ് എൻ്റെ കാര്യം. ശബരിമലയിൽ പ്രതികൾ നിയമത്തിൻ്റെ പഴുതിലൂടെ ജാമ്യത്തിലിറങ്ങുകയാണ്. അന്വേഷണം വേണ്ട രൂപത്തിൽ പുരോഗമിക്കുന്നില്ല എന്ന കോൺഗ്രസിൻ്റെ ആക്ഷേപം നിലനിൽക്കുകയാണ്. പ്രതികളുടെ ജാമ്യാപേക്ഷ അതിൻ്റെ മെറിറ്റിൽ കോടതി പല പ്രാവശ്യം തള്ളിക്കളഞ്ഞു. എന്നാൽ ഇപ്പോൾ ജാമ്യം കിട്ടുന്നത് സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ്. കുറ്റപത്രം 90 ദിവസത്തിനകം സമർപ്പിച്ചിട്ടില്ല എന്ന ഒറ്റ കാരണത്താലാണ് പ്രതികൾ ജാമ്യത്തിലിറങ്ങി പുറത്തു വരുന്നത്. ഒരു താൽക്കാലിക കുറ്റപത്രമെങ്കിലും സമർപ്പിക്കാൻ SITക്ക് കഴിയേണ്ടതായിരുന്നു. കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. ഇതിലെ മോഷ്ടിക്കപ്പെട്ട സ്വർണം എത്രയെന്ന് നിർണയിച്ച് അത് കണ്ടെടുക്കേണ്ടത് ശബരിമലയുടെ ആവശ്യമാണ്, വിശ്വാസികളുടെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഈ കേസിൻ്റെ നീതിപൂർവമായ തീർപ്പിന് ഏറ്റവും അത്യാവശ്യമാണ്. അതാണ് നിർണായകമായ തെളിവ്. ഒരു ക്രിമിനൽ കേസിൽ, മോഷണ കേസിൽ മോഷ്ടിക്കപ്പെട്ട വസ്തു കണ്ടെടുക്കുക എന്നുള്ളത് അന്വേഷണ ഏജൻസികളുടെ ഏറ്റവും പ്രധാനമായ ചുമതലയാണ്. മോഷ്ടിക്കപ്പെട്ട വസ്തു എത്രയെന്ന് നിർണ്ണയിക്കണം, സ്വർണ്ണം എത്ര കിലോ അല്ലെങ്കിൽ ഗ്രാമെന്ന് നിർണ്ണയിക്കണം, അത് എവിടെ, ആർക്ക് വിറ്റു, ആര് സൂക്ഷിക്കുന്നു, ഏത് രൂപത്തിൽ സൂക്ഷിക്കുന്നു എന്ന് കണ്ടെത്തണം. ആ കാര്യത്തിലെല്ലാം വലിയ പോരായ്മയും കാലതാമസവും വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രതികൾ രക്ഷപ്പെടുന്നത്. ഇതിൽ CPM നേതൃത്വത്തിൻ്റെ വളരെ ശക്തമായിട്ടുള്ള പങ്കാളിത്തത്തോടെയാണ്. മുഖ്യമന്ത്രിയാണ് ആത്യന്തികമായിട്ട് ആഭ്യന്തര വകുപ്പിനെ, പോലീസിനെ നിയന്ത്രിക്കുന്നത്. ഒരു കാര്യം ജനങ്ങളുടെ മുൻപിൽ ഇപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. ഈ ശബരിമല കേസിൽ ജയിലിൽ കഴിയുന്ന CPMൻ്റെ നേതാക്കന്മാർ, പത്മകുമാറും വാസുവും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അവർക്കെതിരെ CPM പാർട്ടി ഇത്രയേറെ പ്രതിഷേധം ജനങ്ങളിൽ നിന്ന്, പ്രതിപക്ഷത്തിൽ നിന്ന്, മാധ്യമങ്ങളിൽ നിന്നെല്ലാം ഉയർന്നിട്ടും ഇതുവരെയും അവരുടെ പേരിൽ കമ എന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. അവർക്ക് ഒരു ഷോക്കോസ് നോട്ടീസ് പോലും പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനെ പിറ്റേ ദിവസം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ശബരിമല സ്വർണം കട്ടക്കേസിൽ ജയിലിൽ കഴിയുന്ന CPM നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഒരച്ചടക്ക നടപടിയുടെ തെല്ലെങ്കിലും സ്വീകരിക്കാൻ CPM നേതാക്കന്മാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അവരെ ഭരണത്തിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. അതുകൊണ്ടുകൂടിയാണ് അന്വേഷണത്തിൻ്റെ ഈ മന്ദഗതിയിലുള്ള പോക്ക്. അതിലെ വിശ്വാസ സമൂഹം, ജനങ്ങൾ ഉത്കണ്ഠയുള്ളവരാണ്. ആ ഉത്കണ്ഠയോടൊപ്പം, ആശങ്കയോടൊപ്പം, പ്രതിഷേധത്തോടൊപ്പം കോൺഗ്രസ് പാർട്ടിയും ചേരുകയാണ്. സർക്കാർ പറയുന്നത് ഇതൊരു സങ്കീർണമായ കേസാണ്, അതുകൊണ്ടാണ് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാലതാമസമാണ് എന്നാണ് സർക്കാർ അതിൽ വിശദീകരിക്കുന്നത്. അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്, താൽക്കാലിക കുറ്റപത്രമെങ്കിലും സമർപ്പിച്ച് പ്രതികൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് തടയാം. പ്രതികൾ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ എന്താണ് ഒരു ക്രിമിനൽ കേസിലെ അതിൻ്റെ പ്രത്യാഘാതം എന്താണ്? തെളിവ് നശിപ്പിക്കാൻ അവർക്ക് സാധിക്കും. അവരുടെ അറിവോടെയാണ് ഈ സ്വർണം വിറ്റിട്ടുണ്ടാവുക. അവർക്കറിയാം എവിടെ ആർക്ക് കൊടുത്തു എന്ന്. അവിടെ സർക്കാരിൻ്റെ നിയന്ത്രണമുള്ള CPM നേതൃത്വം പാർട്ടി അടിസ്ഥാനത്തിൽ കൂടി അവരെ സംരക്ഷിക്കുകയാണ്. ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് സർക്കാരിൻ്റെ ഈ വാദം അടിസ്ഥാനരഹിതം എന്ന് തെളിയുന്നത്. നമ്മളെന്താണ് അന്വേഷണ ഏജൻസി എന്തുകൊണ്ടാണ് പോകാത്തത്? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? അവർ തടഞ്ഞോ ആരെങ്കിലും? വിഷയത്തിൽ നിന്ന്, യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കണ്ട. സോണിയാഗാന്ധി ഇവിടെ ഭരണാധികാരിയല്ല. ആരാണ് ഈ ശബരിമല കൊള്ളയ്ക്ക് കളമൊരുക്കിയത്,
നേതൃത്വം നൽകിയത്, പങ്കാളിത്തം വഹിച്ചത്? വളരെ സുവ്യക്തമല്ലേ? ആരാണ് ദേവസ്വം മന്ത്രി? ആരാ ദേവസ്വം ബോർഡ് ചെയർമാൻ? ആരാ ദേവസ്വത്തിൻ്റെ രേഖ തിരുത്തിയത്? ആരാ മിനിറ്റ്സ് എഴുതിയത്? ആരുടെ കൈയക്ഷരത്തിലാണ് എഴുതിയിട്ടുള്ളത്? സോണിയാഗാന്ധി എവിടെയാണ്? അധികാരത്തിൻ്റെ ഏതെങ്കിലും വേദിയിൽ സോണിയാഗാന്ധി ഇല്ല. പിന്നെ ആളുകൾക്ക് കാണാം, ശബരിമല പോലുള്ള ഒരു പുണ്യക്ഷേത്രത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഒരു രാഷ്ട്രീയ നേതാവിനെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും. അതാണ് എൻ്റെ കാര്യം. നിയമത്തിൻ്റെ വഴി ഏത് നിലയിൽ ചലിക്കുന്നതിന് ആർക്കും തടസ്സപ്പെടുത്താൻ സാധിക്കുക? ഇത് സർക്കാർ ആയുധമാക്കാൻ, അല്ലെങ്കിൽ സർക്കാർ വിശദീകരിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം കോടതി പ്രത്യേകിച്ച് ദേവസ്വം ബെഞ്ച് നിരീക്ഷിച്ച ഒരു കാര്യം, ജാമ്യത്തിൽ പ്രതികൾ ഇറങ്ങിയാലും അത് അന്വേഷണത്തെ ബാധിക്കില്ല. അതിന് ജനങ്ങളുടെ മുമ്പിൽ ഉത്തരം വേണം. സാധാരണ എന്തിനാണ് ഒരു കേസിൽ ജാമ്യം കൊടുക്കാത്തത്? അന്വേഷണത്തെ സ്വാധീനിക്കുമെന്നതുകൊണ്ടാണ്. ദാറ്റ് ഇസ് എ ജനറൽ പ്രിൻസിപ്പിൾ ഇൻ ക്രിമിനൽ ജസ്റ്റിസ്, ക്രിമിനൽ ലോ. ദാറ്റ് ഇസ് എ ജനറൽ പ്രിൻസിപ്പിൾ. ഒരു പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയാൽ അന്വേഷണത്തെ സ്വാധീനിക്കും. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു കേസ്, രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതികൾക്ക് എപ്പോഴും രാഷ്ട്രീയ സംരക്ഷണം കിട്ടുകയാണ്. അവരുടെ രാഷ്ട്രീയ നേതൃത്വം ഈ കുറ്റകൃത്യങ്ങൾ എല്ലാം ചെയ്ത് നിരവധി തവണ അവരുടെ റിമാൻഡ് റിപ്പോർട്ടും അവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള കോടതി ഉത്തരവും നമ്മുടെ മുമ്പിലുണ്ട്. ആ ഉത്തരവ് നിലനിൽക്കുകയും പാർട്ടിയിൽ അവരെ സംരക്ഷിക്കുന്നു. അതിൻ്റെ സംരക്ഷണം, അതിൻ്റെ തണൽ ഭരണത്തിലും കിട്ടുന്നു. ഞങ്ങൾക്ക് പൂർണ്ണ തൃപ്തിയില്ല, കേരളത്തിലെ ജനങ്ങൾക്ക് പൂർണ്ണ തൃപ്തിയില്ല. ഞാനീ പറഞ്ഞ കാര്യങ്ങൾക്ക് ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നു. മോഷ്ടിക്കപ്പെട്ട സ്വർണം വീണ്ടെടുക്കുന്നില്ല. പ്രതികളെ അവരുടെ രാഷ്ട്രീയ പാർട്ടി, ഭരണകക്ഷിയായ രാഷ്ട്രീയ പാർട്ടി ഭരണത്തിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ഈ നിലപാടുകളിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. ഇന്നത്തെ ശബരിമല കേസിൻ്റെ മന്ദഗതിയിലുള്ള പോക്കിൽ വിശ്വാസ സമൂഹത്തിന് ആശങ്കയുണ്ട്. ആ വിശ്വാസ സമൂഹത്തിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കുകയാണ്. ഞാനീ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ആരും മറുപടിയില്ല.